അങ്ങനെ ഒരുപാട് നാൾ ശേഷം ഒരു നല്ല പടം കാണാൻ പറ്റി, അഭിലാഷം. പടം ഒരു 80s പോലെ പടമാണ്. കോമഡി ഉണ്ട്, റൊമാൻസ് അതുപോലെ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഒരു ഫാമിലി ഫിലിമാണ്. യുവാക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രണയമൊക്കെയാണ് കാണിക്കുന്നത്. ഷൈജു കുറുപ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷൈജു കുറുപ്പ് സാധാരണ കോമഡി ചെയ്യുന്നുണ്ട്, പക്ഷേ കോമഡി മാത്രം സെൻറ്റിമെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ ഇടയ്ക്ക് വന്ന് നന്നായി ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ജോക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ നടിമാരുടെ പേരറിയില്ല, അവർ ആ പിള്ളേരെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പടം നിങ്ങൾ എൻകറേജ് ചെയ്യണം. ഈ പടം OTT എന്തായാലും ഓടും, തിയേറ്ററിൽ ഓടണമെങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റിംഗ് ചെയ്യണം. ഷൈജു കുറുപ്പിനെ കണ്ട പഴയ ലാലേട്ടനാണ് ഓർമ്മ വരുന്നത്. അതുപോലത്തെ സിനിമകളാണ് ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനത്തെ ഫിലിംസ് പോലെയാണ്. ഷാനാഖാൻ്റെ റോള് ഇപ്പോൾ ചെയ്യുന്ന ഷൈജു കുറുപ്പാണ് ലാലേട്ടൻ്റെ പഴയ പോലെ റോൾസ് ചെയ്യുന്നത്. ഇതെല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഇങ്ങനെ ഒരുപാട് നല്ല പടങ്ങൾ ഓടാതെ പോകുന്നുണ്ട്. ഒരു പടം ഹിറ്റാണെങ്കിൽ രണ്ട് കാര്യമില്ല. ഒന്ന്, പടം നന്നാവണം, അതായത് ലാഗ് വരാൻ പാടില്ല. ഈ പടത്തിൽ ഒരു ലാഗും ഇല്ല. രണ്ട്, മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ പുലിമൂറിന് ഇറങ്ങിയ സമയത്താണ് ഈ പടം ഇറങ്ങിയത്. കട്ടപ്പന ഋത്വിക് റോഷൻ, പുലിമൂറിന് ഓടി, കട്ടപ്പന ഋത്വിക് റോഷൻ ഓടി. എമ്പുരാൻ ഓടി പണി ഈ പടം ഫ്ലോപ്പ് ആവേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നന്നായിട്ട് ഓടും. കാരണം പടം ലാഗ് ഒട്ടുമില്ല. എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് എൻഡ് ചെയ്യുന്നത് ഒരു 80s ഫിലിം പോലെയാണ്. ആ ഡയറക്ടർ നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സത്യന്തിക്കാനായാലും കാണാം. എനിക്ക് തോന്നി പഴയ ലാലേട്ടൻ കാണാൻ പറ്റുന്ന ഷൈജു കുറുപ്പിലൂടെ ആയിരിക്കും. എല്ലാവരും ഷൈൻ ടോം ജോക്ക് ചെറിയൊരു ക്യാമിയോ റോളാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. ഷൈജു കുറുപ്പ് കോമഡി മാത്രമല്ല, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ചെയ്തു. ഷൈജു കുറുപ്പിൻ്റെ നായികയുടെ അഭിനയിക്കുന്ന പേരും മറന്നുപോയി, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അവരുടെ മോളായിട്ട് അഭിനയിച്ച ആൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫിലിം. സോമൻ്റെ കൃതാവ് ഇതേപോലെ സിനിമയായിരുന്നു. മാക്സിമം ഒരു നല്ലൊരു പടമാണ്. ഫാമിലി പടമാണ്. യുവാക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ഇങ്ങനത്തെ പടങ്ങൾ എൻകറേജ് ചെയ്യുക, ചെറിയ ചെറിയ പടങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ഇനി ഉണ്ടാവില്ല. ചെറിയ ചെറിയ പടങ്ങൾ നിങ്ങൾ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവില്ല.